ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. HSST എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്ന എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് സമയമുള്ളൂ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് PYQs ആണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഇൻ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം വി അനലൈസ്. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ ഇതിൽ ഏതാണ് ശരിയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ റീസൺ ഡെവലപ്മെന്റ് ഡിമാൻഡ് തിയറി എന്ന് പറഞ്ഞാണല്ലോ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നേരത്തെ എക്സാമിൽ ആ ഒരു ഏരിയയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒറ്റ ഭാഗത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ആ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് റീസൺ ഡെവലപ്മെന്റ് ഡിമാൻഡ് തിയറി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ബിറ്റ്വീൻ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് പോസിബിൾ. Individual commodities between no substitution is possible. Group of commodities between substitution is possible. എന്താണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് സ്റ്റോൺ 1954 കൊണ്ടുവന്നതാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇൻഡിഫറൻസ് കർവ്, നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ ഇത് ഇങ്ങനത്തെ നമ്മുടെ കോൺവെക്സ് ഷേപ്പിലുള്ള ഇൻഡിഫറൻസ് കർവ് IC, ഇവിടെ ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗുഡ് എ ഗുഡ് ബി അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്താ നോക്കിക്കേ, ഒരു ഗുഡിൻ്റെ മറ്റൊരു ഗുഡുമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം വരുമ്പോഴത്തേക്കും അവിടെ എന്താണ്, ഗ്രൂപ്പ്ഡ് കമ്മോഡിറ്റീസ് ആണ്. ഇവിടെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാണ് അവർ എന്ത് ചെയ്യുന്നത്, കമ്മോഡിറ്റീസിനെ തിരിക്കുന്നത്. എങ്ങനെയാണ്? ഗ്രൂപ്പ്ഡ് ആയിട്ട്. അപ്പോൾ അതാ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് വരുന്ന ഏതെങ്കിലും ആയിരിക്കും ആൻസർ. ഇൻഡിവിജ്വൽ വരുന്നത് തെറ്റാം, ബി തെറ്റാന്ന് മനസ്സിലായി. അപ്പോൾ ഗ്രൂപ്പ് എന്ന് ഇവിടെ എന്താ, ഇവിടെ ഒരു ആപ്പിൾ എന്നായിരിക്കും, നേരത്തെ നമ്മൾ ആപ്പിൾ മാംഗോ എന്നായിരിക്കും. പക്ഷേ നമ്മുടെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം വന്നപ്പോൾ എങ്ങനെയാണെന്നറിയോ? ഫുഡ് ആദ്യത്തെ ഗ്രൂപ്പിൽ അവരെന്ത് ചെയ്യും, ഗ്രൂപ്പ് എ എന്നുള്ളതിനെ ഫുഡ് എന്ന് തിരിക്കുന്നു. ഗ്രൂപ്പ് എ അത് ഫുഡ്, ഗ്രൂപ്പ് ബി എന്ന് വരുമ്പോൾ എന്താ, ക്ലോത്ത്. അങ്ങനെ എന്താ രണ്ടായിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സി ഇനി വരുന്നത് എന്തായിരിക്കും, ഡ്യൂറബിൾ ഗുഡ്സോ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ കുറേ ആയിട്ട് ഗ്രൂപ്പ് സി നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസുകൾക്കുള്ള കോസ്റ്റ്. അങ്ങനത്തെ ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ കൺസെപ്ഷനെ തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഗ്രൂപ്പുകൾ തമ്മിൽ, കാരണം എനിക്ക് ഭക്ഷണത്തിന് പകരം ക്ലോത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഗ്രൂപ്പുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഏതാണ് നോ പോസിബിൾ? ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ബിറ്റ്വീൻ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് പോസിബിൾ. നമുക്ക് ഭക്ഷണവും ക്ലോത്തും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? പക്ഷേ ഐസിൽ ഇവിടെ നോക്കി ആപ്പിൾ മാംഗോ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ഉള്ളിലെ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. വിത്തിൻ ദ ഗ്രൂപ്പ്, അതായത് ഫുഡിൽ ആപ്പിൾ മാംഗോ വരും, അല്ലെങ്കിൽ ചോറ് ചപ്പാത്തി വരും, എനിക്ക് അത് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഗ്രൂപ്പുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ഇതാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. ക്ലിയർ അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം? ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്, അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ബിറ്റ്വീൻ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് പോസിബിൾ. പക്ഷേ വിത്തിൻ ദ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ദി ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ്. ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? The percentage change in the capital labor ratio divided by the percentage change in the rate of technical substitution. ഇത് അതിന്റെ ഡെഫിനിഷൻ ആട്ടോ. എന്താണ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ വരുന്നത്? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഡിവൈഡഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത് ഇതപ്പോൾ ശരിയാണ്, അതതിൻ്റെ ഡെഫിനിഷനാണ്. രണ്ടാമത് നോക്കിയേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ K/L എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ. അത് തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRS അല്ല MRTS ആണ്. MRS ഏതിൻ്റെയാണ് വരുന്നത്? ഏതിൻ്റെ സ്ലോപ്പാണ് MRS? ഇൻഡിഫറൻസ് കർവിൻ്റെ കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ എയും ഓപ്ഷൻ 2ഉം സെയിം ആ പറഞ്ഞേ. രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ എന്ത് ചെയ്തേക്കുന്നത്? ഡെറിവേറ്റീവ് ഓഫ് capital labor ratio divided by capital labor ratio whole divided by derivative of MPL by MPK. ഇത് ശരിയായാലേ ഇതിനകത്ത് ഒരു പോയിന്റ് മിസ്സാണ്. വീണ്ടും ഒരു ഡിവിഷൻ വേണം, ഡിവൈഡഡ് ബൈ MPL by MPK എന്ന് പറയുന്നത്. അങ്ങനെ വന്നായിരുന്നെങ്കിൽ ഇത് ശരിയായാലേ. ഇപ്പം ഇത് തെറ്റാണ്. സോ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇതെങ്ങനെ എഴുതണേ? നമുക്കൊന്ന് എഴുതി നോക്കാം. DK/L. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഡിവൈഡഡ് ബൈ K/L whole divided by derivative of MPL divided by MPK
ഡിവൈഡഡ് ബൈ MPL ബൈ MPK. ഇവിടെ ഈ MPL ബൈ MPK അവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് മാത്രം അത് തെറ്റായി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനോ, ദ ഡെലിബറേറ്റ് ആക്ഷൻ ഓഫ് ദ ഗവൺമെന്റ് ടു സ്റ്റെബിലൈസ് ദ എക്കോണമി ഈസ് ഓഫൺ റെഫർ ടു അസ്. ഗവൺമെന്റിന്റെ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഗവൺമെന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഗവൺമെന്റിന്റെ ആക്ഷൻ. ഞാൻ സാധാരണഗതിയിൽ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഫിസ്ക്കൽ പോളിസി ആരുടെ പോളിസിയാണ്? ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റിന്റെ പോളിസിയാണ്. മോണിറ്ററി പോളിസി ആരുടെയാണ്? ഇത് തമ്മിൽ മാറിപ്പോയത്. മണി പ്രിന്റ് ചെയ്യുന്ന ആരാണ്? മോണിറ്ററി അതോറിറ്റി. അപ്പൊ മോണിറ്ററി പോളിസി ആരുടെ ആയിരിക്കും? സെൻട്രൽ ബാങ്കിന്റെ. ഇത് നമ്മളൊരു ട്രിക്ക് പോലെ യൂസ് ചെയ്ത് പഠിക്കാം കേട്ടോ. സെൻട്രൽ ബാങ്കിന്റെ പോളിസിയാണ്. ഓക്കെ, നമ്മളോടൊപ്പം എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ദ ഡെലിബറേറ്റ് ആക്ഷൻ ഓഫ് ദി ഗവൺമെന്റ് ടു സ്റ്റെബിലൈസ്, എക്കോണമിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ആക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. നേരെ മറിച്ച് ഇവിടെ സെൻട്രൽ ബാങ്ക് എന്നാണ് ചോദിച്ചെങ്കിലോ, സെൻട്രൽ ബാങ്ക് എന്നാ ചോദിച്ചെങ്കിൽ ആര് വരും? ഓപ്ഷൻ ബി വരും. അല്ലെങ്കിൽ ഇൻവിസിബിൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ഒന്നും ഇടാതെ എക്കോണമി തന്നെ കറക്റ്റ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് ഫോഴ്സസ് വന്നാൽ എന്ത് വരും? മാർക്കറ്റ് ഫോഴ്സസ് ആണ് ചോദിച്ചെങ്കിൽ ഓപ്ഷൻ സി വരും. ക്ലിയർ അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ, ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവിന്റെ ഡെഫിനിഷൻ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഫിലിപ്സ് കർവ് 1958 AW ഫിലിപ്പ് ആണ് ഇത് കൊണ്ടുവന്നത്. ഇത് ഷോർട്ട് റൺ ആണ് നമ്മുടെ ഫിലിപ്സ് കർവ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ലോങ് റൺ ഫിലിപ്സ് കർവ് ഉണ്ട്, അതും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഫിലിപ്സ് കർവിന്റെ എന്താ വരുന്നത്? ഫിലിപ്സ് കർവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് അൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതാണ് എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, ഫിലിപ്സ് കർവ് ഷോസ്. എന്താണ് ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1958 AW ഫിലിപ്സ് ആണ് ഇത് കൊണ്ടുവന്നത്. ഇതിൽ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലോങ് റൺ ഫിലിപ്സ് കർവ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഫിലിപ്സ് കർവിന്റെ ഡെഫിനിഷൻ വരുന്നത്? ആൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻ കാണിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതുപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഷോർട്ട് റൺ ആണ്. പിന്നെ എന്താണ്? 1958 ഇത് വന്നത്. ക്ലിയർ അല്ലേ? ഇത് ഇത്രയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇത് ഇത്രയാണ് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞാലോ, വിച്ച് among the following statement is false regarding the monetary policy committee of the Reserve Bank of India? മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോൾസ്. അത് മാറിപ്പോയത് കേട്ടോ. ട്രൂ ആണോ, ഫോൾസ് ആണോ, നോ ആണോ, നോട്ട് ആണോ എന്നൊക്കെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഗവർണർ ഓഫ് RBI is the ചെയർപേഴ്സൺ ഓഫ് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി. യെസ്, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ഗവർണറാണ്. ദ ഫസ്റ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 29 സെപ്റ്റംബർ 2016. 2016 സെപ്റ്റംബർ 29 ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അതും ശരിയാണ്. There are 4 permanent and 4 invited members in the committee. 8 മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് എത്ര മെമ്പേഴ്സ് ഉള്ളത്? 6 മെമ്പേഴ്സ് ആണുള്ളത്. എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 6 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ 3 അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. മറ്റേ 3 ആര് അപ്പോയിന്റ് ചെയ്യുന്നതാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇവർ പറഞ്ഞു 8 പേരുണ്ട്, 4 8 പേരുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും 8 അല്ല, 6 മെമ്പേഴ്സ് ആണല്ലേ. 3 പേര് അപ്പോയിന്റ് ചെയ്യുന്നത് RBIയും 3 എക്സ്റ്റേണൽ മെമ്പേഴ്സിനെ ആണ്. ബാക്കിയുള്ള 3 പേര്, ആ 3 പേര് ആരെ അപ്പോയിന്റ് ചെയ്തത്? സെൻട്രൽ ഗവൺമെന്റും ആണ്. ഇനി മോണിറ്ററി, അപ്പോൾ ഒബ്വിയസ്ലി 4ാമത്തെ ശരിയാണ്. എന്നാലും നോക്കാം. മോണിറ്ററി കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതും ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റിപ്പോയൊരു ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഇനി the symmetrical distribution, the relation between mean, median, mode are symmetrical. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ഒക്കെ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി. മീൻ ഈക്വൽസ് മീഡിയൻ ഈക്വൽ മോഡ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഈ ഓപ്ഷൻ ബിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതാണ് എയും ഡിയും കേട്ടോ. ഓക്കെ, ഈ ഓപ്ഷൻ നമ്മുടെ ബി എന്ന് പറയുന്ന ഓപ്ഷനിലെ മോഡ് ഈക്വൽ ടു 3 മീഡിയം -2 മീനിനെ അത് റീഅറേഞ്ച് എഴുതിയേക്കുന്നതാണ് ബാക്കി വരുന്ന ഓപ്ഷൻസ്. സോ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഈക്വൽസ് മീഡിയൻ ഈക്വൽസ് മോഡാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു കണക്കാണ്. ഇതൊക്കെ നമ്മുടെ PYQs ആണ്.
a businessman at the end of the day can either make a profit of rupees 3,000 with a probability of 0.6 or make a loss of rupees 1,000 with a probability of 0.4. His expected income is. എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? എക്സ്പെക്റ്റഡ് ഇൻകം ആണ്. എങ്ങനെ എക്സ്പെക്റ്റഡ് ഇൻകം കാണുന്നത്? എന്താണ് എക്സ്പെക്റ്റഡ് ഇൻകം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ആ ഔട്ട്കം ഇൻറ്റു പ്രോബബിലിറ്റി ആണ് കേട്ടോ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്റ്റഡ് ഇൻകം കാണാൻ എന്താണ്? ഔട്ട്കം ഇൻറ്റു പ്രോബബിലിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ നമ്മുടെ എങ്ങനെയാ വരിക? അപ്പോൾ എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കേ എത്രയാണ് ഔട്ട്കം? 3000 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.6 പ്ലസ് പിന്നെ എന്താ പറഞ്ഞാൽ ലോസ് ആണ്, നഷ്ടം വരുമെന്ന നെഗറ്റീവ് ആയിരിക്കും, -1000 ഇതൊന്നാണ് -1000 ഇൻറ്റു 0.4. ഓക്കെ, അപ്പോൾ എത്ര വരും? 1800 മൈനസ് അല്ലെങ്കിൽ പ്ലസ് ഇടാം -400. മൈനസും പ്ലസും കൂടെ എന്താവും? മൈനസ് ആവും. അപ്പോൾ 1800 മൈനസ് 400 എത്ര വരും? 1400. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയോ? എന്താ ചോദിച്ചിരിക്കണേ? എക്സ്പെക്റ്റഡ് ഇൻകം ആണ്. എക്സ്പെക്റ്റഡ് ഇൻകം ആണ് നമ്മളോട് ചോദിക്കണമെങ്കിൽ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കണമെങ്കിൽ അത് എങ്ങനെയാണ് കാണുന്നത്? ഔട്ട്കം ഇൻറ്റു പ്രോബബിലിറ്റി. ഔട്ട്കം ഇൻറ്റു പ്രോബബിലിറ്റി ആണ്. പ്ലസ് നടുക്ക് പ്ലസ് ആണ് വരുന്നത്, അടുത്ത കണ്ടീഷനും എഴുതുക. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റും ലോസും ആണ് ചോദിച്ചിരിക്കുന്നത്. ലോസ് വന്നത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്? ലോസ് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഇട്ടു. ഇനി എന്ത് ചെയ്യുക? 3000 ഇൻറ്റു 0.6 വരുന്നത് 1800 ആണ്, പ്ലസ് 1000 ഇൻറ്റു 0.4 എന്ന് പറയുന്നത് 400 ആണ്, -1000 ആണ്. സോ -400. മൈനസും പ്ലസും കൂടെ വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 1800 മൈനസ് 400 1400. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ടൈപ്പ് 2 എറർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് 1 എററിനെ ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതെന്താ? ടൈപ്പ് 1 നമുക്ക് പറയാം അല്ലേ? ടൈപ്പ് 1 എററിനെ എന്താ പറയുന്നത്? ഫോൾസ് പോസിറ്റീവ് എന്നാ പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നൾ ഹൈപ്പോത്തിസിസ് ശരിയായിട്ടും നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും റിജക്റ്റ് ചെയ്തു. എന്താണ് ടൈപ്പ് 1 എറർ? മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും റിജക്റ്റ് ചെയ്തു, ശരിയായിട്ടും റിജക്റ്റ് ചെയ്തു. ഇതിനെ ആൽഫ ഏതാണ് നമ്മൾ രേഖപ്പെടുത്തുക കേട്ടോ. എങ്ങനെയാണ്? ആൽഫ. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് തെറ്റായിട്ടും നൾ ഹൈപ്പോത്തിസിസ് റോങ് ആയിട്ടും എന്ത് ചെയ്തു? അതിനെ ആക്സെപ്റ്റ് ചെയ്തു. അതിനെന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. ഇതിനെ ഫോൾസ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഫോൾസ് നെഗറ്റീവ് എന്നാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ എന്നാണ് കേട്ടോ. ഇതൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്, ഈ ആൽഫ എന്നും ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും അത് നോട്ട് ചെയ്ത് വെക്കുക, എങ്ങനെ വേണമെങ്കിലും ചോദിച്ചു വെക്കുക. അപ്പൊ എന്താ പറയുന്നത്? ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് ശരിയായിട്ടും നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും എന്ത് ചെയ്തു? അതിനെ റിജക്റ്റ് ചെയ്തു. നിങ്ങൾക്ക് നള്ളും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും എന്താണെന്ന് അറിയായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എന്താ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺസംഷനും ഇൻകവും തമ്മിൽ റിലേഷൻ ഇല്ല, നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ആയിരിക്കും നൾ ഹൈപ്പോത്തിസിസ്. അവർ തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയുന്നതായിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് ശരിയായിട്ടും അതിനെ റിജക്ട് ചെയ്യുന്നതാണ്. ടൈപ്പ് 2 എറർ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി, ആക്സെപ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഷുഡ് ബി റിജക്റ്റഡ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് തെറ്റാകുമ്പോൾ അതിനെ റിജക്ട് ചെയ്യലേ ചെയ്യലേ. പക്ഷേ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ സാധനത്തിനെ ആക്സെപ്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ PYQs നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. CCL കറന്റ് ലോങ് ടേം HSST ബാച്ച് റണ്ണിംഗ് ആണ്. CCL ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇവിടെ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്. 8589083568 ആണ് നമ്മുടെ നമ്പർ. അതുകൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പും ഉണ്ട്, ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി പാറ്റേൺ എന്ന് പറഞ്ഞാൽ തന്നെ
ഓരോ ദിവസവും കുട്ടികൾക്ക് ഒരു ടോപ്പിക് കൊടുക്കണം. നമ്മൾ ഒരു ടോപ്പിക് ഇന്ന ടോപ്പിക് ഇന്ന് പഠിക്കും. ഇപ്പോൾ നമ്മൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആയിരിക്കും ഇന്ന് കൊടുക്കുന്ന ഒരു ടോപ്പിക്. അതിനെ ആസ്പദമാക്കി നമ്മൾ വർക്കൗട്ടോ പോൾസ് കൊടുക്കും. ഈ ഒരു വീക്കിൽ അപ്പോൾ നമ്മൾ റീസൺ ഡെവലപ്മെന്റ് ആൻഡ് ഡിമാൻഡ് തിയറിയാണ് പഠിക്കുന്നെങ്കിൽ വീക്ക്ലി ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ ആസ്പദമാക്കിയുള്ള വീഡിയോസും നോട്ട്സും ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ആപ്പിലുണ്ട്. അതെല്ലാം നമ്മൾ കണ്ട് വീഡിയോ കാണുക, നോട്ട്സ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം ലൈവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ എന്താണ് ഇത് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു പാറ്റേണിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് കേട്ടോ. അപ്പോൾ CCL ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫർദർ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്